ഹലോ, നമസ്കാരം കൂട്ടുകാരെ. ഫോക്കസ് ഏരിയയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എന്താണ് ഫോക്കസ് ഏരിയ എന്നുള്ളത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എങ്കിലും ഒന്നുകൂടെ ആവർത്തിക്കാം. എന്താണ് ഫോക്കസ് ഏരിയ? ഇതുവരെ PSCയുടെ എക്സാംസിൽ നടത്തി വന്നിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖല, അതിൽ നിന്ന് ചോദിക്കുന്ന റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന പോയിൻറ്റ്സ് ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഈ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ക്ലാസ് ആയിരിക്കും, എങ്കിലും ഇത് നിങ്ങൾക്ക് വലിയൊരു പരീക്ഷയുടെ റിസൾട്ടിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കാനായിട്ട് കഴിയും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെക്ഷനാണിത്. അതുകൊണ്ട് ആരും തന്നെ വിട്ടുകളയരുത്. തീർച്ചയായിട്ടും പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. കുറച്ചായിട്ട് നമുക്ക് പഠിച്ചങ്ങ് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ആമുഖത്തെ വിശേഷിപ്പിച്ചവർ. നോക്കൂ, നമ്മുടെ ആമുഖത്തെ, ഭരണഘടനയുടെ ആമുഖത്തെ ഒരുപാട് വ്യക്തികൾ പല രീതിയിൽ വിശേഷണം നൽകിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നോക്കൂ, രാഷ്ട്രീയ ജാതകമെന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. രാഷ്ട്രീയ ജാതകമെന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? KM മുൻഷി. നോക്കൂ, നമ്മൾ ജാതകം അല്ലേ, കല്യാണത്തിന് ജാതകം എന്താണ്? മുൻഷി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുമായിട്ട്, മഹർഷി ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യാം. മുൻഷി, മഹർഷി. അപ്പോൾ ഈ ജാതകമൊക്കെ ആയിട്ട് നമ്മൾ എന്താണ്, മഹർഷിമാരുടെ അടുത്തോ, അല്ലെങ്കിൽ പണ്ടൊക്കെ, ഇപ്പോഴാണ് ജ്യോത്സ്യന്മാർ അല്ലേ, പണ്ട് അപ്പോൾ മഹർഷിമാരുടെ അടുത്താണ് ചെന്നിരുന്നത്. അല്ലെങ്കിൽ മഹർഷിക്ക് ഒന്ന് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്താണ്, അയാളുടെ ഫുൾ ജാതകം അല്ലെ, അയാളുടെ ഫുൾ ഹിസ്റ്ററി, അയാളുടെ ഫുൾ ജാതകം മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നൊക്കെ ഒന്ന് കണക്റ്റ് ചെയ്ത് പഠിക്കുക. എപ്പോഴും കണക്റ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും തത്തമ്മി പൂച്ച എന്ന് പറഞ്ഞ് പഠിക്കുന്നതിന് പകരം ഈ കണക്റ്റ് ചെയ്ത് പഠിക്കുന്നതിലൂടെ ഒരുപാട് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് കഴിയും എന്നുള്ള വാസ്തവം എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഒന്നുകൂടെ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ രാഷ്ട്രീയ ജാതകമെന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? KM മുൻഷിയാണ്. ആരാണ്? KM മുൻഷിയാണ്. കിട്ടിയോ? രാഷ്ട്രീയ ജാതകം, മഹർഷി, മുൻഷി, KM മുൻഷി. കിട്ടിയില്ലേ? അടുത്തത് തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പാൽക്കിവാല. ആരാണ്? NA പാൽക്കിവാലയാണ് തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യണം അല്ലേ? കാർഡും പാൽക്കിവാലയും തമ്മിൽ കണക്ട് ചെയ്യണം. നോക്കൂ, നമ്മൾ ഡെയിലി ഈ എന്താ പറയുക, പാല് വിൽപ്പനയ്ക്ക് വരും അല്ലേ, പാല് വിൽപ്പനയ്ക്ക് വരും. അപ്പോൾ നമ്മളൊരു കാർഡ്, എന്നും കാശ് കൊടുക്കാനില്ല, അപ്പോൾ എന്നും നമ്മളൊരു കാർഡ് കൊടുത്തിട്ടാണ് ആ പാല് വാങ്ങുന്നത് എന്ന് ഒന്ന് കണക്ട് ചെയ്യുക. എന്താണ്, പാല്, നമ്മൾ വീട്ടിൽ പാല് വാങ്ങുന്നത് ഒരു കാർഡ് കൊടുത്തിട്ടാണ്. ഓക്കെ, അത് നമ്മൾ മന്ത്ലി പേ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് നമ്മൾ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടി? NA പാൽക്കിവാല തിരിച്ചറിയൽ കാർഡ് എന്ന് കിട്ടിയോ? അപ്പോൾ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? NA പാൽക്കിവാല. കിട്ടിയോ? ഓക്കെ, അടുത്തത് ഭരണഘടനയുടെ കീനോട്ട് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബേക്കറാണ്. ആരാണ്? ഏണസ്റ്റ് ബേക്കറാണ്. ഓക്കെ, നമുക്കൊരു ബേക്കറി ഉണ്ട്. ആ ബേക്കറി തുറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? കീ വേണം അല്ലേ? ബേക്കറിയുടെ ഷട്ടർ തുറക്കണമെങ്കിൽ എന്ത് വേണം? കീ വേണം. അപ്പോൾ ഭരണഘടനയുടെ കീനോട്ട് ആരാണ്? ഏണസ്റ്റ് ബേക്കറി എന്നൊക്കെ കണക്ട് ചെയ്ത് വെക്കുക. അപ്പം ഭരണഘടനയുടെ കീനോട്ട് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഏണസ്റ്റ് ബേക്കറാണ്. ആരാണ്? ഏണസ്റ്റ് ബേക്കറാണ്. കിട്ടിയോ? ഇവിടെ നിന്ന് തന്നെ നമ്മൾ പഠിച്ചു പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തത് ഭരണഘടനയുടെ ആത്മാവ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് ഭാർഗവാണ്. ആരാണ്? താക്കൂർ ദാസ് ഭാർഗവാണ് ഭരണഘടനയുടെ ആത്മാവ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ കണക്ട് ചെയ്യാം? നോക്കൂ, നമുക്ക് ഭാർഗവീ നിലയം എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ആത്മാവുണ്ട് എന്നൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം അല്ലേ? അപ്പോൾ ഭരണഘടനയുടെ ആത്മാവ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? താക്കൂർ ദാസ് ഭാർഗവാണ്. ആരാണ്? താക്കൂർ ദാസ് ഭാർഗവാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഒന്നുകൂടെ നോക്കാം.
ഇത് മറന്നു പോവില്ല, മറന്നു പോവരുത്. ഓക്കെ, നോക്കാം. ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് പറയൂ. KM മുൻഷി. ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷി. കിട്ടിയോ? ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് NA പാൽക്കിവാല. എന്താണ്? NA പാൽക്കിവാല. അടുത്തത് ആമുഖത്തെ ഭരണഘടനയുടെ കീനോട്ട് ആരാണ്? ഏണസ്റ്റ് ബേക്കർ. ആരാണ്? ഏണസ്റ്റ് ബേക്കർ. ഭരണഘടനയുടെ ആത്മാവ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് ഭാർഗവാണ്. ആരാണ്? താക്കൂർ ദാസ് ഭാർഗവാണ്. ഓക്കെ, കിട്ടിയില്ലേ? ഓക്കെ, അടുത്ത സെക്ഷനിലോട്ട് നീങ്ങാം. പ്ലാനിംഗ് കമ്മീഷൻ ആരംഭിച്ച വർഷം. പ്ലാനിംഗ് കമ്മീഷൻ ആരംഭിച്ച വർഷം 1950. പ്ലാനിംഗ് കമ്മീഷൻ 1950. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് 1951. നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ തുടങ്ങുക അല്ലേ. അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന വിഷയം തുടങ്ങിയത് ഏതിനു ശേഷമാണ്? പ്ലാനിംഗ് കമ്മീഷൻ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് 1951. എന്താണ് പഞ്ചവത്സര പദ്ധതി എന്ന് അറിയാലോ? 5 വർഷം നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി നിർണ്ണയിക്കുന്ന ഒരു പദ്ധതിയാണ് എന്ത്? പഞ്ചവത്സര പദ്ധതി അല്ലേ. ഓക്കെ, അപ്പോൾ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951. കിട്ടിയില്ലേ? അടുത്തത് ദേശീയ വികസന സമിതി NDC അല്ലേ, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ നിലവിൽ വന്നത് 1952. NDC അഥവാ ദേശീയ വികസന സമിതി നിലവിൽ വന്നത് 1952. കിട്ടിയോ? ഒന്നുകൂടെ നോക്കാം. പ്ലാനിംഗ് കമ്മീഷൻ 1950 നിലവിൽ വന്നു. പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951. ദേശീയ വികസന സമിതി അഥവാ NDC നിലവിൽ വന്നത് 1952. ഓക്കെ, കിട്ടിയില്ലേ? നോക്കാം അടുത്തൊരു സെക്ഷൻ. ഇലക്ട്രോൺ കണ്ടെത്തിയത് JJ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് JJ തോംസൺ ആണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ഓക്കെ, ഇതൊരിക്കലും മാറിപ്പോവരുത്, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? JJ തോംസൺ. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമായി എന്ന് തന്നെ കരുതിക്കൊണ്ട് നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.